ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ജാം. വളരെ എളുപ്പമാണ്. അതിനുവേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തതും നല്ലതുപോലെ മാംസം ഉള്ളതുമായ മാങ്ങ വേണം എടുക്കാൻ. ഒത്തിരി കട്ടിയായിട്ടുള്ളത് എടുക്കരുത്, കാരണം അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. നല്ലതായിട്ട് പഴുത്ത നല്ല മാംസമുള്ള മാങ്ങ വേണം. ഇത് നല്ലതുപോലെ ചെത്തി നമുക്ക് കഷ്ണങ്ങളാക്കണം. ഞാൻ ഈ ഒരു മാങ്ങയുടെ അളവാണ് പറയുന്നത്. മാങ്ങ നല്ലതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. അഥവാ അരയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കരുത്. അങ്ങനെ നമുക്കിത് അരച്ചെടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഒന്നും വന്നില്ല, കാരണം അത്രയ്ക്ക് പഴുത്ത മാങ്ങയായിരുന്നു. അതുകൊണ്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പേസ്റ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും കഷ്ണങ്ങൾ അതിൽ കിടക്കാൻ പാടില്ല. അതുപോലെ നല്ല പേസ്റ്റ് ആയിരിക്കണം. കഷ്ണങ്ങൾ ഇച്ചിരിയിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജാമ് ശരിയായിട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് പാത്രം വെച്ചിട്ട്, നിങ്ങളുടെ നോൺ സ്റ്റിക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ചീനിച്ചട്ടി എടുത്തേക്കുന്നത്, അത് വേണമെങ്കിൽ അതിനകത്ത് വിടാം. ഇതിങ്ങനെ ചൂടാവണമെന്നൊന്നുമില്ല. പാത്രം വെച്ചിട്ട് ഞാനിപ്പോ ചെറിയ തീയില ഗ്യാസ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പാനില്ല ചെയ്യുന്നെങ്കിൽ പാൻ ചൂടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ടിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടേ ഇരിക്കും. അടുക്കി പിടിക്കാതിരിക്കാനാ തീ ഇച്ചിരി കൂട്ടിയിടുക. ഞാൻ കൂട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇട്ടേച്ച് പോവരുതേ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് പോലെ വന്നു. ഇപ്പൊ ഞാൻ തീ കുറയ്ക്കുക. ഇനി വീണ്ടും ഇളക്കണം. ജാമ് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറഞ്ഞത് 2-3 ആഴ്ച ഇത് കേടാകാതെ ഫ്രിഡ്ജിലിരിക്കും. നമുക്ക് യൂസ് ചെയ്യാം. തീ കൂട്ടിയും കുറച്ചും ഇരിക്കണേ. ഇത് കണ്ടോ, ഇപ്പൊ നന്നായിട്ട് തിളക്കുന്നത് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടണം. അത് നിങ്ങളുടെ മധുരം അനുസരിച്ചിടാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ ആണേ. അത് മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ അതിൽ ഡിപ്പെൻഡാ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ മധുരം കൂട്ടിയിടാം. ഏലക്കയുടെ ആ ഒരു മണം ഇഷ്ടമാണെങ്കിൽ ഈ പഞ്ചസാരയോടൊപ്പം ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പഞ്ചസാര ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങ നീര. ഞാൻ കുഞ്ഞൊരു നാരങ്ങ എടുത്തേക്കുന്നത്. അത് അരമുറി മൊത്തം ഒഴിക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നുള്ളേ. അപ്പൊ ഇത് നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടിയാലോ കുറഞ്ഞാലോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പുളി ഇച്ചിരി മുമ്പിട്ട് നിൽക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ജാം ഉണ്ടാക്കുന്നതിന്. ഇത് ഇനിയിപ്പോ ഒരു ചെറു തീയില് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കാരണം പെട്ടെന്ന് തീ കൂട്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കരുത്. ചെറു തീയിൽ കിടന്ന് തന്നെ ഇതിന്റെ വെള്ളം പറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാവും. ഇത് തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ മധുരവും നാരങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ ചേർക്കാം. എനിക്കിപ്പോ ഇതെല്ലാം പരുവാ. കറക്റ്റ് മധുരം, കറക്റ്റ് പുളി ഒത്തിരി ഇല്ല. ഇപ്പൊ വെള്ളം പറ്റി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം പറ്റി നല്ല ഒരു ഗ്ലോസി ടൈപ്പ് ആവണം. ഇത് നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ നല്ല കട്ടിയായിട്ട് എടുക്കാം. അതല്ല ഈ ടെക്സ്ചർ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം.
ഈ ലാസ്റ്റിലെ 3-4 മിനിറ്റ് നമ്മള് തീ കുറച്ചിട്ട് വേണേ ചെയ്യാൻ, അല്ലെങ്കിൽ ആ നല്ലൊരു കളറ് കിട്ടില്ല. ഇതിപ്പോ ലാസ്റ്റില് ചെറു തീയില് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ദേ എനിക്ക് ഈ പരുവം മതി. ഇത് തണുത്ത ശേഷം നമുക്ക് ഏതിനകത്താണെന്ന് വെച്ചാല് നല്ലൊരു കണ്ടെയ്നറില് എടുത്തു വെച്ചിട്ട്, ഞാൻ പറഞ്ഞു 2.5-3 ആഴ്ചയൊക്കെ ഈസി ആയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വളരെ എളുപ്പമാണ്. നനഞ്ഞ സ്പൂൺ ഇടരുത്, തുറന്നു വെക്കരുത്, ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ അച്ചാറൊക്കെ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇതും സൂക്ഷിക്കാം. നമ്മുടെ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, വളരെ എളുപ്പമാണ്. അഭിപ്രായം അറിയിക്കണം. കാരണം പുറത്തുനിന്നൊക്കെ ജാം മേടിച്ച് അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, ഫ്രഷ് ആണോ ഒന്നും നമുക്കറിയില്ല. അതിലെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് ആണോ, എന്തൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.